എല്ലാവർക്കും നമസ്കാരം. ഹലോ, ഹായ്. ഈ വീഡിയോ ചെയ്യണതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്ഷനിലില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഗോദ്രേജിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. പരസ്യമൊന്നുമല്ല, എന്നാലും നമുക്കൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ച് ഒരു 80s ഉണ്ടായിരുന്ന ആൾക്കാർക്ക് 80s 90s വരെയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു നല്ലപോലെ. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് അവൈലബിലിറ്റി വളരെ കുറവുള്ള ഒരു പ്രോഡക്റ്റാണ്. എന്താണ്, ഷേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പാണ്. ഓക്കെ, ഷേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് ഇതാണ് ഗോദ്രേജിൻ്റെ ഷേവിങ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ ഉപയോഗിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കമൻ്റ് ഇടും, അപ്പോൾ അറിയാമല്ലോ എത്ര പേർക്ക് ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണിത്. എനിക്കെന്തായാലും വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മുടെ ഫോമാണെങ്കിലും പിന്നെ ഷേവിങ് എന്താണ് ക്രീമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ട് ബ്രഷിനകത്ത് എടുത്തിട്ട് മുഖത്ത് തേക്കുക, അല്ലെങ്കിൽ ഫോമാണെങ്കിൽ താടിയിലൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പതപ്പിക്കുന്നത്. ഇതങ്ങനെയല്ല പതപ്പിക്കുന്നത്. ഇത് പതപ്പിക്കുന്നത് ബ്രഷ് ആദ്യം നനച്ചിട്ടുണ്ട്. താടി ബ്രഷ് നനയ്ക്കട്ടെ. നനച്ചതിന് ശേഷം ഇങ്ങനെ ഷേവിങ് റൗണ്ടിനകത്ത് ഇങ്ങനെ നല്ലപോലെ പതപ്പിക്കുക. ഏകദേശം അത്യാവശ്യം പതയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഫോം പോലെയൊന്നും അത്ര കൂടുതൽ കട്ടിയുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒത്തിരി പതയൊന്നും വരില്ല കേട്ടോ. പക്ഷേ ഷേവ് ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. ഈ ബ്രഷിനകത്ത് കുലുങ്ങണ വേറെ ഒന്നുമല്ല, ഇതിനകത്തുള്ള ഗം ഒട്ടിച്ചത് ചാടി പോകുന്ന കേട്ടോ. അത് ബ്രഷ് മാറ്റി നോക്കിയിട്ടൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇത്തിരി പഴകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗമ്മൊക്കെ ചാടി പോരും. ഇപ്പം നല്ലപോലെ പതിഞ്ഞു വരുന്നില്ലേ, കണ്ടാ ഫോം പോലെ തന്നെ. പക്ഷേ എന്താണെന്നറിയില്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഗോദ്രേജ് നിർത്തി കളഞ്ഞു. എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ പറയൂ, എനിക്ക് വാങ്ങാനായിട്ട് താല്പര്യമുണ്ട്. വിലയും വളരെ കുറവാണ്. കെമിക്കൽസ് അത്ര കട്ടിയുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടി നമുക്ക് ബോഡിക്ക് സേഫ് ആയിരിക്കുന്നതാണ് ഈ ഗോദ്രേജ് ഷേവിങ് റൗണ്ട്. ഇതാ പതിഞ്ഞു വന്നു. ഇനി കാണിച്ചു തരാം. ഉപ്പമാരൊക്കെ ഷേവ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ മുറിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാം. 2 റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഒറ്റ കാര്യം കൂടി ഞാൻ ചെയ്യാറുണ്ട്, ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കാറില്ല. ഇത് ആലം കിട്ടാത്ത സമയത്ത് മാത്രം ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കാറുള്ളൂ. ഷേവിങ് ആലം
അപ്പോൾ ഇന്നത്തെ ഷേവിങ് കഴിഞ്ഞു. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഗോദ്രേജിൻ്റെ ഷേവിങ് റൗണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.